നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. നെയ്മർ ജൂനിയറെ സൗദി പ്രോ ലീഗിൽ രജിസ്റ്റർ ചെയ്യില്ല. അദ്ദേഹത്തിന് ഈ ടീമിനോടൊപ്പം കളിക്കാനുള്ള പേസും മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഇത് ഓർഗെ ഹീസസ് പറഞ്ഞതാണ്. ഇന്നലെ ഒഫീഷ്യലി പറയുകയാണ് നെയ്മറെ ഇനി സൗദി പ്രോ ലീഗിൽ രജിസ്റ്റർ ചെയ്യില്ലെന്ന്. അൽ ഫത്തേഹിനെ 9-0 തോൽപ്പിച്ചതിന് ശേഷമാണ് ഇത്തരത്തിൽ കോച്ചിന്റെ പ്രസ്താവന. അൽ ഫത്തേഹ് നമുക്കറിയാം, സൗദി പ്രോ ലീഗിലെ ഏറ്റവും താഴെ നിൽക്കുന്ന ടീമാണ്. അവർക്ക് മേലാണ് ഈ 9 ഗോളിന്റെ വിജയം സ്വന്തമാക്കിയിരിക്കുന്നത്. നെയ്മർ ഇനി ഏതായാലും പ്രോ ലീഗിൽ കളിക്കില്ല, അദ്ദേഹത്തെ രജിസ്റ്റർ ചെയ്യില്ല എന്നത് ഒഫീഷ്യലായിട്ട് കോച്ച് തന്നെ ഇന്നലെ പറയുകയുണ്ടായി. എന്നാലും ഈ കളിയിൽ 9-0 വിജയിക്കുമ്പോൾ ബ്രസീലിയൻ താരം മാർക്കസ് ലിയനാർഡോ ഹാട്രിക് ആണ് നേടിയത്. 45-ാമത്തെ മിനിറ്റിൽ, അതായത് കളിയുടെ ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പ് ഇഞ്ചുറി ടൈമിൽ ഒരു പെനാൽറ്റി ഗോളും, രണ്ടാം പകുതിയിൽ 54-ാമത്തെയും 65-ാമത്തെ മിനിറ്റിലെയും അദ്ദേഹം ഓരോ ഗോളുകളും നേടുകയുണ്ടായി. അദ്ദേഹത്തെ കൂടാതെ കൂലിബലി 20-ാമത്തെ മിനിറ്റിൽ ഗോൾ അടിച്ചിരുന്നു. മറ്റൊരു ബ്രസീലിയൻ താരം റെനൽ ലോദി 39-ാമത്തെ മിനിറ്റിൽ ഗോൾ അടിച്ചിരുന്നു. മിലങ്കോവിച്ച് സേവിച്ച് അവർക്ക് വേണ്ടി ആദ്യ പകുതിയുടെ അവസാനത്തിൽ ഗോൾ അടിച്ചിരുന്നു. രണ്ടാം പകുതിയുടെ അവസാന ഘട്ടങ്ങളിലായിട്ട് ഗോൾ വർഷം തന്നെ വന്നു. അതായത് അൽ ഹംദാന്റെ ഗോൾ 89-ാമത്തെ മിനിറ്റിൽ, മാൽക്കം രണ്ടാം പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ ഗോൾ അടിച്ചത്, അദ്ദേഹത്തിന്റെ പേരിൽ അസിസ്റ്റും ഉണ്ട്. അതുപോലെ തന്നെ അബ്ദുൽ വഹേദിന്റെ ഒരു ഓൺ ഗോൾ. അങ്ങനെയാണ് 9-0 തകർപ്പൻ ജയം അവർ സ്വന്തമാക്കിയിരിക്കുന്നത്. അൽ ഇത്തിഹാദും വിട്ടുകൊടുക്കുന്നില്ല. 4-1 വിജയമാണ് ഇന്നലെ അൽ ഇത്തിഹാദ് സ്വന്തമാക്കിയിരിക്കുന്നത്. അവർക്ക് വേണ്ടി കരീം ബെൻസീമ വീണ്ടും ഗോൾ അടിച്ചിരിക്കുന്നു. ബെൻസീമയും ബേർജ്വിനും അൽ ഒബോദും ഔവാറുമാണ് അവർക്കായിട്ട് ഗോളുകൾ നേടിയത്. അൽ റയീദിനെ 4-1 തോൽപ്പിച്ചു. ഇപ്പോൾ അൽ ഹിലാലിനും അൽ ഇത്തിഹാദിനും ഒരേ പോയിന്റാണ്. രണ്ട് ടീമും 15 കളികൾ വീതം കളിച്ച് 40 പോയിന്റുമായിട്ട് നിൽക്കുന്നു. പക്ഷേ ഗോൾ ഡിഫറൻസിന്റെ കാര്യത്തിൽ മികച്ച നിലയുള്ള അൽ ഹിലാലാണ് ഒന്നാം സ്ഥാനത്ത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.